ഹലോ മീഡിയോസ്. അപ്പം ഓണമാണ്, അതുകൊണ്ട് തന്നെ ഓണത്തിനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അപ്പം പണ്ടത്തെ ഓണമല്ല ഇപ്പോൾ ഓണം വൈബാണ്. അതായത് ഓണം സെലിബ്രേഷൻസിൻ്റെ ഓണമാണ് ഇപ്പോൾ ശരിക്കുള്ള ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ ചേഞ്ച് വന്നിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ന്യൂ ജെൻ ഓണമാണ് ശരിക്കും നടക്കുന്നത്. പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അത്തം തുടങ്ങിക്കഴിഞ്ഞാൽ ഓണം സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ പറമ്പിലേക്ക് ഇറങ്ങും. പൂക്കൾ, തെറ്റിപ്പൂ, ചെമ്പരത്തിപ്പൂ, മുക്കുറ്റിപ്പൂ, അങ്ങനെ പൂക്കളൊക്കെ ശേഖരിച്ച് സംഘടിപ്പിച്ച് നമ്മൾ കൊണ്ടുവന്ന് അത്തം ഇടാനായിട്ട്. ഇപ്പോൾ ഫസ്റ്റ് അത്തം ചാണകത്തിൽ ഒരു ഉണ്ട ഉണ്ടാക്കി അതിലൊരു തുളസിക്കതിർ വെച്ച് ആദ്യത്തെ ഒരു ഓണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ഓണം. പിന്നെ ഓരോ പോയിട്ട് തിരുവോണത്തിൻ്റെ അത് 10 പൂക്കളാണ്. ഇപ്പോൾ അങ്ങനത്തെ ഒരു വൈബൊന്നും ഇല്ല. ഇപ്പോൾ പൂക്കളൊന്നുമില്ല, മീൻസ് കളർ സംഭവങ്ങൾ അല്ലെങ്കിൽ കളർ പേപ്പറൊക്കെ വെട്ടിയിട്ട് അങ്ങനെയൊക്കെ. പിന്നെ ഓണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സെലിബ്രേഷനിലേക്ക് പോകണം. കാരണം കംപ്ലീറ്റ് വൈബാണ്. എന്താ പറയുക, അത്തപ്പൂക്കളൊക്കെ കറക്റ്റായിട്ട് ഇടുന്നുണ്ട്. പൂ നമുക്ക് വാങ്ങാം. വലിയ വില കൊടുത്തപ്പോൾ പൂ പുറത്തുനിന്ന് വരുന്നത് നമ്മൾ ഭയങ്കര വില കൊടുത്ത് വാങ്ങുന്നു. എല്ലാ ഓഫീസുകളിലും അവിടെ ഇവിടെ എല്ലായിടത്തും എല്ലാ സ്ഥലത്തും അത്തപ്പൂക്കൾ ഇടുന്നു. സെറ്റ് അത് ഡ്രസ്സിങ് ആണ് അടിപൊളി കേട്ടോ. ഡ്രസ്സിങ് വെച്ചാൽ പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ ബ്ലൗസ് എടുക്കുക, സെറ്റ് സാരി കൊടുക്കുക, ഇല്ലെങ്കിൽ ധാവണി. ഈ 2 സംഭവങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ രീതികളൊക്കെ മാറി. ഇപ്പം ബ്ലൗസിന് പകരം എന്താ ഒന്നെങ്കിൽ കൈ ഉണ്ടാവില്ല, എന്നിട്ട് ഇവിടെ 2 മാത്രം 2 വള്ളി ഉണ്ടാവും, ഇവിടെ ഫ്രണ്ട് മാത്രം ജസ്റ്റ് മറിക്കുക, എന്നിട്ട് സാരി. പിന്നെ ഫുൾ എന്താ പറയുക, എന്തോ ഒരു തരം ഫാഷനിലുള്ള ഡ്രസ്സൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ എല്ലാവരും ഇട്ട് കാണുന്നത്. അപ്പോൾ ആ ഒരു കറക്റ്റ് ഒരു സാരി, ബ്ലൗസ്, സെറ്റ് സാരി ഇതൊക്കെ വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രമാണ് കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളികളുടെ രീതി മാറി. പണ്ടെന്ന് വെച്ചാൽ നാരങ്ങ സ്പൂൺ, സുന്ദരിക്ക് പൊട്ട് തൊടൽ, കസേര കളി, വടംവലി, ഉറിയടി. അതിലിപ്പോൾ നിലനിൽക്കുന്ന ഒരു കളി വടംവലി ഇപ്പോൾ ഉണ്ട്. അതൊരു ത്രില്ലിൻ്റെ ഭാഗമായിട്ട് വടംവലി ഉണ്ട്. ഉറിയടി അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ വേറെ കുറച്ച് പുതിയ കളികളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നൂല് ഇവിടെ ബാക്കിൽ ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ഒരു കുപ്പി താഴെ വെച്ചേക്കും, എന്നിട്ട് അതിലിങ്ങനെ ഒരു പേന കെട്ടിത്തുക, ആ പേന ആ കുപ്പിക്കുള്ളിലേക്ക് ഇടണം. എന്ത് ഗെയിം എത്തി വെച്ചിട്ട് ഇവൻ ഫണ്ണി ഗെയിമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഓണത്തിൻ്റെ രീതി മാറലാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ വൈബ് എന്ന് പറയുന്നത് ഒരു DJ ഇട്ട് അങ്ങോട്ട് തകർക്കുക. ഭയങ്കരം. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു സത്യം പറഞ്ഞാൽ ഇതിൽ എത്ര പേർക്ക് ന്യൂജൻകാർക്ക് ഓണത്തിൻ്റെ ഐതിഹ്യം അറിയുമോ എന്ന് ചോദിച്ചാൽ മഹാബലി ആരാ, വാമനൻ ആരാ, അതൊന്നുമല്ല. പക്ഷെ ഞങ്ങൾ ഓണത്തിന് ഭയങ്കര വൈബ്. ഓണം എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഓണത്തിൻ്റെ ഒരു പോക്ക് പോകുന്നു. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 6-7 വർഷം കൂടെ കഴിയുമ്പോൾ ഓണത്തിൻ്റെ അവസ്ഥ എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിങ്ങനെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സിന് ഭയങ്കര ആഗ്രഹം തോന്നുന്നുണ്ട്. ആ ഒരു പഴയ ഒരു ഓണം എപ്പോഴെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും. ഒരിക്കലും ഇല്ല, കിട്ടാൻ പോണില്ല. എന്തായാലും ന്യൂജൻ ഓണം ചിരിയാണ് വരുന്നത്. എന്തായാലും പോട്ടെ, സാറില്ല, അവർക്ക് ഐതിഹ്യമൊന്നും അറിയില്ല. ഓണം എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇതാണ് വൈബ്, ഓണത്തിൻ്റെ വൈബ്. മീൻസ് നമ്മൾ വലിയ ആൾക്കാരും മുതിർന്നവരെ, മുത്തശ്ശി, അമ്മ, അച്ഛനൊക്കെ ഓണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതും പഠിപ്പിച്ചു കൊടുക്കുന്നതുമാണ് അവർക്ക് അറിയാവുന്നത്. അല്ലാതെ അവർക്ക് എങ്ങനെ അറിയില്ല. അപ്പം നമ്മുടെ ആ ഒരു രീതി മാറി വരുന്നുണ്ട്. ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ ഒരു ഓഫീസിൽ ഓണം ആഘോഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ എല്ലായിടത്തും കാണുന്നുണ്ട്. എല്ലാ ഓണം സെലിബ്രേഷൻ്റെ ലാസ്റ്റ് ഞാൻ കാണുന്നത് ഈ ഒരു DJ പാട്ടിട്ട് ഭയങ്കര തകർക്കലാണ്. ഇതാണ് ഇതിൻ്റെ ഓണത്തിൻ്റെ ലാസ്റ്റ് വൈബ് എന്ന് പറയും. അപ്പോൾ ശരി, എല്ലാവർക്കും ഹാപ്പി ഓണം. അങ്ങ് തകർക്ക്, അല്ലാതെ ഒന്നും പറയാനില്ല. ഹാപ്പി ഓണം.